നമസ്കാരം. കൗതുകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. ആരാണ് ശ്രീനാരായണ ഗുരുവെന്നും എന്താണ് ശ്രീനാരായണ ഗുരു ജയന്തി എന്നും നമുക്ക് നോക്കിയാലോ? കേരളത്തിൽ നിന്നുള്ള തത്വചിന്തകനും സന്യാസിയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, എല്ലാം ഒരു മനുഷ്യൻ മാത്രം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന വാപരന് സുഖത്തിനായി വരേണം എന്നുള്ളതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദർശവും ജീവിത ലക്ഷ്യവും. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ അദ്ദേഹം കേരളീയ സമൂഹത്തെയാകെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു. കേരളീയ സമൂഹത്തിൽ ജാതി വ്യവസ്ഥ അതിരൂക്ഷമായ കാലത്താണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമപ്രദേശമായ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ കൊല്ലവർഷം 1032 ചിങ്ങം 5, ക്രിസ്തുവർഷം 1856 ഓഗസ്റ്റ് മാസം 20 ചതയം നക്ഷത്രത്തിൽ. വയൽവാരം വീട് വളരെ പഴക്കം ചെന്ന ഒരു തറവാടായിരുന്നു. അക്കാലത്തെ ഈഴവരിൽ മെച്ചപ്പെട്ട ഒരു വീടായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ പിതാവ് കൊച്ചുവിളയിൽ മാടൻ സംസ്കൃത അധ്യാപകനായിരുന്നു. ജ്യോതിഷത്തിലും ആയുർവേദത്തിലും ഹിന്ദു പുരാണത്തിലും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തെ അധ്യാപകനായിരുന്നതിനാൽ ആശാൻ എന്ന് പേർ ചേർത്ത് മാടനാശാൻ എന്നാണ് വിളിച്ചിരുന്നത്. കുട്ടിയമ്മ എന്നായിരുന്നു അമ്മയുടെ പേര്. 3 സഹോദരിമാരുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഐത്താചാരങ്ങളോട് അദ്ദേഹത്തിന് പ്രതിപത്തിയില്ലായിരുന്നു. മറ്റുള്ളവർ ചെയ്യുന്നതെന്തും അതേപടി അനുകരിക്കാൻ അദ്ദേഹം മടി കാണിക്കാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമാണ് ശ്രീനാരായണ ഗുരു ജയന്തി, കേരളത്തിൻ്റെ സംസ്ഥാന ഉത്സവം. മലയാളം കലണ്ടറിലെ ചിങ്ങമാസത്തിലെ ഓണക്കാലത്ത് ചതയം നാളിലാണ് ഇത് ആഘോഷിക്കുന്നത്. കേരള സംസ്ഥാനത്തുടനീളം ശ്രീനാരായണ ഗുരു ജയന്തി വിപുലമായി ആഘോഷിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ ആരാധനാലയങ്ങളാൽ സംസ്ഥാനം നിറഞ്ഞിരിക്കുന്നു. ഈ ദിവസം ആരാധനാലയങ്ങളും നീണ്ട റോഡുകളും പ്രത്യേകം ഉണക്കിയ തേങ്ങയുടെ ഇലകൾ ഉപയോഗിച്ച് പുഷ്പാഞ്ജലികൾ കൊണ്ട് അലങ്കരിക്കുന്നു. മഹാനായ ഗുരുവിനെ അനുസ്മരിച്ച് ആളുകൾ യോജിച്ച് ഘോഷയാത്രകൾ നടത്തുന്നു. ദരിദ്രർക്കും അധസ്ഥിതർക്കും പ്രത്യേക ഊന്നൽ നൽകിയാണ് സമൂഹസദ്യകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ജാതിമത ഭേദമന്യേ ആളുകൾ പങ്കെടുക്കുന്ന സാധാരണ പ്രാർത്ഥനകളുമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് സംഘടനകളിലും പ്രത്യേക കോൺഫറൻസുകളോ സെമിനാറുകളോ നടത്തുന്നു. ഈ സംഭാഷണങ്ങളും ചർച്ചകളും അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളും തത്വശാസ്ത്രവും ആളുകളെ ഓർമ്മിപ്പിക്കുന്നു.